2 ദിവസമായി എന്റെ കാതിന് നല്ലൊരു പണി കിട്ടിയിട്ട് ഇരിക്കാണ് ട്ടോ. അതുകൊണ്ട് തന്നെ കമ്മലിടാറില്ല. പിന്നെ നമ്മളെ മിറ്റത്തിന്റെ അവസ്ഥ ഇപ്പത് ഇങ്ങനെയാണ് ട്ടോ. മുന്നത്തെ തെങ്ങൊക്കെ വെട്ടി മൂലക്കലാക്കിയിട്ടുണ്ട് നമ്മളെ കാർ നിർത്താനായിട്ട്. പിന്നെ ഈ വീഡിയോ എടുത്ത അന്ന് ഞങ്ങളുടെ വെഡിങ് ഡേയും കൂടിയായിരുന്നു ട്ടോ. ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ചായം കടി ഉണ്ടാക്കലായിരുന്നു ഒരാൾക്ക് തന്നെ പണി. മൈദ ഇല്ലാത്തതുകൊണ്ട് ആട്ടപ്പൊടി കൊണ്ട് പൂരി ഉണ്ടാക്കാൻ നിന്നതാണ്. ലാസ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കേണ്ടി വന്നു. കുറച്ച് നേരം ഞാൻ ഇപ്പൊ കെട്ടിമറിയേണ്ടി വന്നു ട്ടോ. അങ്ങനെ ചായടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പുറത്തിറങ്ങി. ഇമ്മ പറഞ്ഞ് കുമ്പളങ്ങ വലുതായിട്ടുണ്ട് അത് മുറിച്ചാലും നമുക്ക് എന്ന് പറഞ്ഞാണ്ട് ഇന്നെ വിളിച്ച് വന്നാണ്ടാ. കണ്ടപ്പോ 2 ഉണ്ടായിരുന്നു. അതില് ഉമ്മ പൊടിക്കണ സാധനം മാത്രമാണ് നമ്മൾ ഇപ്പൊ എടുക്കുന്നത് കേട്ടോ. ഇമ്മ ഉണ്ടാക്കിയതാണെങ്കിലും കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ തൂങ്ങിക്കെടുക്കണത്. പിന്നെ മൂപ്പരാണ് ചെത്തിങ്ങാണ്ട് നേരെ ഒത്തുകൊണ്ടായി. അത് ഇപ്പോഴും വെറുതെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആനിവേഴ്സറി ഒക്കെ അല്ലേ വേഗം പണി കഴിച്ചിങ്ങാണ്ട് ഞാനും ബാബും കൂടി വെറുതെ ഒന്ന് പുറത്തിറങ്ങി. സാധാരണ ആനിവേഴ്സറിക്ക് ഞങ്ങൾ നല്ല ലോങ് ട്രിപ്പ് അടിക്കാറാണ് പതിവ്. ഇപ്രാവശ്യത്തൊന്നും വേണ്ടെന്ന് ഞങ്ങൾ തന്നെയാണ് പ്ലാൻ ചെയ്തത്. എന്നാലും ഞങ്ങളൊന്ന് വെറുതെ പുറത്തിറങ്ങി പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ പോയത് മഞ്ചേരി ടോക്കൺ ഫോഴ്സിക്കാണ്. രണ്ടാളും കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അതും ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെറിയൊരു റൈഡൊക്കെ പോയി. അതിന്റെ ഇടയിൽ ബാബു എനിക്കൊരു ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ വീഡിയോ ഇട്ടപ്പോൾ കുറെ പേര് പറഞ്ഞു നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ. ഒന്ന് സത്യം പറയട്ടെ, എനിക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ആള് തന്നതാണ്. ബാബുവിന്റെ ഫ്രണ്ടിനും കൂട്ടിക്കാണ്ടാണ് എനിക്കൊരു സർപ്രൈസ് തന്നത്. പിന്നെ ഞങ്ങൾ വലിയൊരു മലന്റെ മുകളിൽ പോയി നിന്നുങ്ങാണ്ട് ഗിഫ്റ്റ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു പാവക്കുട്ടിയും. എനിക്കിതുവരെ ബാബു ഇങ്ങനത്തെ പാവക്കുട്ടി ഒന്നും വാങ്ങിച്ചു തന്നിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രേമലൂലൊക്കെ ഉള്ള മയത്ത് ലൈറ്റ് എത്തുന്ന ചെറിയൊരു ടെടി ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ചെറിയ സാധനം ഉണ്ടായിരുന്നു. ഇത് കാറിലാണ്ടാ വെച്ചത്. പിന്നെ ഞങ്ങൾ രണ്ടാളും നല്ലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അന്നത്തെ ദിവസം ഡബിൾ ഹാപ്പി ആയിരുന്നു കേട്ടാ.